വി എസ് അച്യുതാനന്ദനാക്കിയത് തങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് അവകാശവാദങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇവർക്ക് പങ്കുണ്ട്, എനിക്ക് പങ്കുണ്ട്, സിബിക്ക് പങ്കുണ്ട്, ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരായ മനുഷ്യനും പങ്കുണ്ട്. വിഎസിനെ വിഎസ് ആക്കി മാറ്റിയത്. ഞാൻ എട്ടുകാരി മൂഞ്ഞ് നടവാക്ക് മറ്റു പല ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊരു പങ്കുവഹിച്ച ആളാണ് KM ഷാജഹാൻ. പുള്ളി സത്യം പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളാണ്. പുള്ളിക്ക് ഒരു സൈക്കോസിന്റെ പ്രത്യേക അവസ്ഥാന്തരങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ 10 പ്രാവശ്യം വിമർശിച്ച ആളെ ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചു വിമർശിച്ചപ്പോൾ പുള്ളിക്ക് ഹർട്ടായിപ്പോയി, അസഹിഷ്ണുത ഉണ്ടായിപ്പോയി. രാജൻഭായ് നമസ്കാരം. നമസ്കാരം, നല്ല നമസ്കാരം. അതായത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കാത്തൊരു വിഷയമാണ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം മരണമടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മളിലെല്ലാം ജീവിക്കുന്നു. വി.എസ്. അച്യുതാനന്ദനാക്കിയത് തങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് അവകാശവാദങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ സ്വയം പോരാടി വിജയിച്ച ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് രാജൻഭായിക്ക് പറയാനുള്ളത്? അല്ല, ഇപ്പം ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ആളുകളും ഇതിൻ്റെ അതായത് എട്ടുകാലി മുഞ്ഞുമാരായിട്ട് വിഎസിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരുന്നത് കാണുമ്പോൾ ശരിയാണ് വരുന്നത്. പക്ഷേ ഇവർക്കെല്ലാം പങ്കുണ്ട്. ഇവർക്ക് പങ്കുണ്ട്, എനിക്ക് പങ്കുണ്ട്, സിബിക്ക് പങ്കുണ്ട്, ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരായ മനുഷ്യനും പങ്കുണ്ട്. വിഎസിനെ വിഎസ് ആക്കി മാറ്റിയത്. പക്ഷെ അവരുടെ എല്ലാം ബുദ്ധി അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം വിഎസിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഡ്രീം ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും സ്വപ്നങ്ങളാണ് മനുഷ്യരാശിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന പാട്ട് പാടുന്ന കാലത്ത് സ്വപ്നം കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ അന്ന് തലയിട്ടുന്ന കാലത്തായി പാട്ട് എഴുതുന്നത്. കാരണം അന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല അങ്ങനെ യാഥാർത്ഥ്യമാകുന്നുള്ളത്. പക്ഷേ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമായതിൻ്റെ ചരിത്രമാണത്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ ത്യാഗത്തിൻ്റെ വഴിയെ നടന്നു പോയ ഒരു മനുഷ്യനാണ് വി.എസ്. അച്യുതാനന്ദൻ. കുഞ്ഞു പ്രായത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒരിക്കലും ഇങ്ങനൊരു കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് പോയിട്ട് നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ലാത്ത കാലത്താണ് ജീവൻ പണയം വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഞാൻ പറയുന്നത് വി ഹാവ് ടു ഹാവ് എ ഡ്രീം എന്നുള്ളത് അഗ്നിച്ചിറക്കുകൾക്കകത്തും APJ അബ്ദുൽ കലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്തുള്ള കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഇക്കൂട്ടത്തിൽ ഞാൻ എട്ടുകാരി മൂഞ്ഞ് നടവാക്ക് മറ്റു പല ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊരു പങ്കുവഹിച്ച ആളാണ് KM ഷാജഹാൻ. പക്ഷേ പുള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം പുള്ളിയാണ് വിഎസിനെ ഫ്രെയിം ചെയ്തെടുത്തത്, വിഎസിനെ മോൾഡ് ചെയ്തെടുത്തത്, വിഎസിനെ വിഎസ് ആക്കി മാറ്റിയതൊക്കെ പുള്ളി തന്നെയാണെന്ന് ഓടി നടന്ന ചാനലുകളിൽ കൂടി പറയുമ്പം പുള്ളിക്ക് പങ്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പുള്ളിയുടെ പങ്ക് ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ പുള്ളിയാണ് എല്ലാം എന്ന് പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ എവിടേക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ KM ഷാജഹാനെ ശ്രദ്ധിക്കുന്നത് പണ്ടേ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. കാരണം അദ്ദേഹം പ്രശസ്തനാണ്, ഇദ്ദേഹത്തിൻ്റെ അഡീഷണൽ PS ആയിരുന്ന ആളാണ്. നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ ശ്രദ്ധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, അപ്പോഴാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. ആ സമയത്ത് മറുനാടൻ മലയാളിയിൽ ഇരുന്നിട്ട് ഷാജൻ സ്കറിയയും ഇദ്ദേഹം കൂടെ ഇരുന്നിട്ട് തെരഞ്ഞെടുപ്പ് അവലോകനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, ആര് ജയിക്കും എന്നുള്ളത്. അന്നാണ് പുള്ളി ഈ ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ പറയുന്നത്. കാരണം വെറുതെ വഴിയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇറങ്ങി പ്രായമുള്ളവർക്ക് കൈ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ വരച്ചോണ്ടാണ് പറയുന്നത്. പുള്ളി സത്യം പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളാണ് KM ഷാജഹാൻ. അവലോകനം കുറെ എപ്പിസോഡുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അതിൽ ഞാൻ ഷാൻചേട്ടനെ വിളിച്ചു. ഷാൻചേട്ടാ, നിങ്ങളോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഒരു 10 സീറ്റ് CPM നും ഒരു 5 സീറ്റ് CPIക്കും ഒരു 3 സീറ്റ് മാണി ഗ്രൂപ്പിനും ഒക്കെ വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രീതി അങ്ങനെയാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞ ആകെ 140 സീറ്റുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന നിയമസഭാ മന്ദിരം പുതിയത് പണിയേണ്ടി വരും. കാരണം ഒരു 300 MLA-മാരെ UDF ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹം സ്വഭാവം കൂടി ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് KM ഷാജഹാനായിട്ട് പരിചയമില്ല. അല്ലല്ല രാജ, അത് പുള്ളിയെ ഞാനങ്ങ് വിളിച്ചു, പുള്ളി അങ്ങ് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇടപെടാൻ പറ്റാതായി. പക്ഷേ ഞങ്ങളുടെ ഒരു സർവേ ഉണ്ട്, അതിനകത്ത് ഞങ്ങൾ LDF വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അടുത്ത ദിവസം അറിയുന്നു പറഞ്ഞു. പുള്ളി വേറൊരു ലോകത്താണ്. പുള്ളി MSc നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള മനുഷ്യനാണ്, ഡെഡിക്കേറ്റഡ് ആണ്, സത്യസന്ധനായ മനുഷ്യനാണ്, നുണ പറയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ വലിപ്പത്തരം പറച്ചിലൊക്കെ ഉണ്ട് കുറച്ച് കാലം. പുള്ളി അങ്ങ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഞാനിതിനൊക്കെ ഇവിടെ ഒന്നുമല്ല, ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ എന്തോ സംഭവമാണെന്നുള്ള ധാരണയിലേക്ക് ഇരിക്കുക. അങ്ങനൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പോയി മത്സരിച്ചപ്പോൾ അവസ്ഥ എന്താണെന്നറിയാം എൻ്റെ പൊന്നു സിവി. ഞാൻ തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായിപ്പോയി. പിന്നെ പുള്ളി വിളിച്ച് ആലപ്പുഴ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിൽക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിൽക്കുകയാണെങ്കിൽ ഒരു 19,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ബലം മുഴുവൻ പോകുന്നതാണ്. ട്രെൻഡ് വേറെയാ, ചിലപ്പോൾ ഞാൻ ജയിച്ചു പോരാൻ സാധ്യതയാണെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ആലോചിച്ച് നോക്കണം എവിടെ എത്തിയെന്നുള്ളത്. ഞാൻ സോയിം പഞ്ചായത്തിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം പുള്ളി അപഹാസ്യനാവും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് എഴുതുമില്ല. നല്ല ബന്ധമാണ്. പുള്ളി എന്നെ ഒരുപാട് ചീത്ത കൊണ്ടുണ്ടൊക്കെ ഉണ്ട്, ഞാനതെല്ലാം കേൾക്കാറുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ് ഇപ്പോഴും. സ്റ്റിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം, വളരെ നെഞ്ചു തട്ടി പറയാം, എനിക്കിപ്പോഴും പുള്ളിയോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. കാരണം ഒരു മനുഷ്യൻ, ഇത്രയും കപ്പാസിറ്റി ഉള്ള മനുഷ്യനെ ഇവരെല്ലാം മൂലയ്ക്കാക്കിയതാണ്.
എന്നിട്ടും ജീവൻ പണയം വെച്ചിട്ടാണ് ഈ വർത്തമാനം പറഞ്ഞ് നടക്കുന്നത്. വേണമെങ്കിൽ ഇവർ ഗുണ്ടകളെ വെച്ചിട്ട് അടിക്കാനും കൊല്ലാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ടി പി ചന്ദ്രശേഖരനെ കൊന്നവർക്ക് എന്തോ കെ എം ഷാജഹാനെ. അപ്പോൾ അങ്ങനെ നിർഭയനായിട്ട് പോകുന്നത്. പുള്ളിയുടെ ഭാര്യയ്ക്കാണെങ്കിലും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അധികം ഇതെല്ലാം കിട്ടിയിട്ടില്ല. കുറഞ്ഞ കാലത്ത് സർവീസല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സീഡിറ്റിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. സീഡിറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്നുള്ളൊരു പിന്നെ ബിനോയ് വിജയൻ ഒരു വൃത്തിയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്നുള്ള അങ്ങനെ നിർദ്ദേശം വന്ന സമയത്ത് VS ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കാതിരിക്കുകയും VS ഇദ്ദേഹത്തിന് മാസം ചെറിയ സംഖ്യ വെച്ചിട്ട് സ്വന്തം വരുമാനത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത് പരസ്യമായിട്ട് ബിനോയ് വിജയൻ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. അത് പക്ഷേ കെ എം ഷാജഹാൻ അത് തുറന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത്. ബിനോയ് വിജയൻ ചെയ്തതും ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അതിന് പിന്നെ കെ എം ഷാജഹാൻ കൊടുത്തിട്ടുള്ള മറുപടി വളരെ ക്ലാസിക്കായിട്ട് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും കെ എം ഷാജഹാനിലേക്ക് തിരിച്ചു വരുമ്പം പുള്ളി ചില സമയത്ത് എനിക്ക് വട്ടുണ്ട്. ഞാൻ പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പിന്നെ ഭ്രാന്താശുപത്രിയായിട്ടുള്ള ബാംഗ്ലൂർ നിംഗാൻസിൽ പോയി ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ഞാൻ പിന്നെ ആ മരുന്നൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പോയില്ല. കാരണം അത് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ മനുഷ്യനും ഓരോ തരത്തിലുള്ള വട്ടുണ്ട്. എനിക്കൊന്നും പറയുന്നില്ല. പുള്ളിക്ക് ഒരു സൈക്കോസിസിൻ്റെ പ്രത്യേക അവസ്ഥാന്തരങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും പുള്ളിയും തമ്മിൽ പരിചയപ്പെടുന്നത് അതിലേക്കാണ് വരുന്നത്. 2022 ഞാൻ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ടെറസിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് ചികിത്സ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ട് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഫോൺ നിർത്താതെ അടിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത്. പിന്നെ നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എടുത്തപ്പോൾ കെ എം ഷാജഹാനാ. രാജൻ ജോസഫേ, നിങ്ങളിവിടെ കള്ളും കുടിച്ചിട്ട് ഓരോ തോന്നിവാസം പറഞ്ഞിട്ട് നിങ്ങളവിടെ കിടന്നുറങ്ങുക, കേരളം കത്താൻ പോകുക എന്ന് പറഞ്ഞു. ഞാനൊക്കെ പേടിച്ചു പോയി. പുതുപ്പള്ളിയിലൊക്കെ ജനം നിറഞ്ഞിരിക്കുക, നിങ്ങൾ എന്ത് തോന്നിവാസം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞേ. ഇപ്പം കേരളം കത്താൻ പോവുക, നിങ്ങൾ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങിയേക്കരുത്, ആൾക്കാർ നിങ്ങളെ കണ്ടാൽ വിടത്തില്ല എന്ന് പറഞ്ഞു. ആകെ പേടിച്ചു പോയില്ലേ. ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 100 കണക്കിന് മിസ് കോൾ ഉണ്ട്. ഷാൻസ് കറിയെ വിളിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്, പല മീഡിയയിൽ നിന്നും വിളിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കുന്നത്, ലൈവ് നോക്കുക, ചാനലുകൾ. അപ്പം മൊത്തം എല്ലായിടത്തും ഇത് തന്നെയാണ് ചർച്ച. മൊത്തം ഉമ്മൻചാണ്ടിയുടെ ചികിത്സ, പിണറായി ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പുതുപ്പള്ളിയിൽ ആൾ കൂടി. എനിക്കാണെങ്കിൽ സത്യത്തിൽ ആകെ കിടുങ്ങിപ്പോയി. എനിക്ക് പുറത്തിറങ്ങുകയും വേണം. എനിക്ക് ഇയാൾ പറഞ്ഞ കേട്ടപ്പോൾ ഞാനും പഠിച്ചു പോയി. കാരണം ഞാൻ ഇറങ്ങുന്നുണ്ട് എന്തെങ്കിലും കോൺഗ്രസ്സുകാരെടുത്ത് കൈകാര്യം ചെയ്താൽ ബുദ്ധിമുട്ടാവത്തില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പുള്ളിയുടെ രീതി. അപ്പോഴേക്ക് ചാനലുകാരൊക്കെ വന്ന് അവർക്കൊക്കെ ബൈറ്റ് കൊടുത്ത് പിന്നീട് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഞാൻ മെട്രോയ്ക്കും ബസ്സിലും ഒക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. പലരും വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. ആരും എല്ലാവരും ഈ പുള്ളി പറഞ്ഞത് കേരളം കത്തുകാൻ പോവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനമുണ്ട്. എന്തൊക്കെയോ വേറൊരു തലത്തിലാണ് പുള്ളി. പക്ഷേ എനിക്കൊരു അഭിപ്രായം ഇതിനകത്തുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ ഉള്ളത് കൊണ്ടാണ് കെ എം ഷാജഹാൻ ഉണ്ടായത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സത്യമാണ്. പല ചാനലിനകത്തും പറയുമ്പോൾ ഞാൻ എന്നുള്ള സാധനം ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ട്. ഈ ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള മനസ്സും കൂടി ഇല്ല. ഇപ്പം ജോസഫ് സി മാത്യുവിന് ഇപ്പോഴും VSൻ്റെ വീട്ടിൽ ആക്സസ് ഉണ്ട്. EK ശശിധരന് പിന്നെ അവിടെ ആക്സസ് ഉണ്ട്. എന്തുകൊണ്ട് കെ എം ഷാജഹാൻ ആക്സസ് ഇല്ല? അതുകൂടെ ആലോചിക്കണ്ടേ. പുള്ളി മോശമാണെന്നുള്ള അഭിപ്രായമോ പുള്ളിയുടെ ഡെഡിക്കേഷനെയോ പുള്ളിയുടെ സത്യസന്ധതയോ പുള്ളിയുടെ ധാർമ്മിക ബോധത്തെയോ ഞാൻ കുറ്റം പറയുന്നില്ല. ജോസഫ് സി മാത്യു പറയുന്നില്ലല്ലോ ഞാൻ ആ VSനെ ഉണ്ടാക്കിയെന്ന്. VSൻ്റെ അപ്പനാന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് മൈ ബേബി എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പറയുന്നുണ്ട്. VS 1957 പ്രഥമ പിന്നെ ഐക്യ കേരളത്തിൻ്റെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്ന സമയത്ത് അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആളാ. അപ്പോൾ ആലോചിച്ച് നോക്കണം, VSനെ പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തെന്നൊക്കെ പറഞ്ഞാൽ ഏതോ കാലത്ത് MLA ആയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവരൊക്കെ വന്നേ. പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പുള്ളിയുടെ ചില സമയത്ത് ഒരു നിലപാടുണ്ട്. പുള്ളി ചിലപ്പോൾ പറയും കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്. ജനങ്ങളെ ഇപ്പോൾ ആൻ്റണിയെ KPCC പ്രസിഡന്റ് ആക്കാതിരിക്കാൻ കാരണം ഞാനാ. അങ്ങനെ പറയത്തുള്ളൂ. പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. വേറെ ആർക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് എന്താണെന്ന് വെച്ചാൽ തിരിച്ചു പറയുന്ന ഇഷ്ടമല്ല. പക്ഷെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത് വെച്ചാൽ VD സതീശനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, അജണ്ടകളുണ്ട് പുള്ളിക്ക് രമേശ് ചെന്നിത്തലയെ സീമാക്കി കൊണ്ടുവരിക എന്നുള്ളത് പുള്ളിയുടെ അത് പിന്നെ അവർ തമ്മിലുള്ള ധാരണ അത് തന്നെയാണ്. ചെന്നിത്തലയാകാൻ യോഗ്യനാണ്. UDF അധികാരത്തിൽ വന്നാൽ അത് വേറെ കാര്യമാണ്. കണ്ടീഷനുണ്ട് അവിടെ. അതൊരു 71 സീറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക്, ഫസ്റ്റ് ടാസ്ക്. ആ ടാസ്കിലേക്ക് എത്തുന്നതാണ് സംശയം. ഇഫ് എന്നുള്ള സാധനമുണ്ട്. ഈ ഐയും എഫും ഇല്ലാതെ ഇവർ മുഖ്യമന്ത്രിയിലേക്കൊന്നും പോയിട്ടില്ല. ഇഫ് ദേ കാൻ വിൻ, അപ്പം മാത്രമേ ഉള്ളൂ ഈ സാധനത്തെക്കുറിച്ച്. അല്ലാതെ മറ്റേത് ഇവർ ഉട്ടോപ്യൻ ഇരിക്കുകയാണ്. കണ്ടില്ലേ ഇപ്പോൾ പാലോട്ട് പറഞ്ഞാൽ കണ്ടില്ലേ. അപ്പം പിന്നെ പുള്ളി ഞാനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ആൻ്റണിയെ കൊണ്ടുവരായിരുന്ന എൻ്റെ ഒറ്റ ആളുടെ ഇതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാനും പുള്ളിയായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 2022 ഞങ്ങൾ പിന്നെ ഓരോരുത്തരെ കുറിച്ച് ഞാനും ഫിറോസും കൂടി ഇരുന്നിട്ട് അവലോകനം നടത്തുക. അപ്പം പിന്നെ എനിക്ക് പുള്ളി അറിയാമെങ്കിലും പുള്ളിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ ആ സമയത്ത് പിന്നെ മറ്റു പലരും വന്ന പോലെ മാങ്കൂട്ടത്തിനൊക്കെ പോലെ തന്നെ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ പൾസ് അറിയത്തില്ല.
പൂക്കളെന്താ മറ്റേ എന്താണെന്ന് തിരിച്ചറിയത്തില്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇത് തിരിച്ചറിയത്തില്ല. പുള്ളി ഇലക്ട്രിഫിക്കേഷൻ കണ്ടില്ലേ, ഫിറോസ് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. പിറ്റേന്നുണ്ട് ഇയാൾ വിളിക്കുന്നു, എൻ്റെ പേര് KM ഷാജഹാൻ, രാജൻ ജോസഫ് അല്ലേ എന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പുള്ളിയെ ഭയങ്കര ആദരിക്കുന്ന ഒരു വ്യക്തിയല്ല, എന്തൊക്കെ പറഞ്ഞാലും ഒരു പാവ മനുഷ്യൻ, സത്യസന്ധനായ മനുഷ്യനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അവ സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പം പിന്നെ ഇങ്ങനെ വിളിച്ച് നിങ്ങൾ എൻ്റെ ഇലക്ട്രിഫിക്കേഷൻ മാത്രം എന്താ പറഞ്ഞാൽ, ഞാൻ ഈ നാടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ സഖാവെ എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, VSൻ്റെ 100 വയസ്സ് തികയുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഇരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. ചെന്നു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചിലരുടെ വാക്കുകൾ കേട്ട് പെട്ടുപോകുന്നുണ്ട്. ഇപ്പം മാധ്യമപ്രവർത്തകനാണ്, പിന്നെ എന്തൊക്കെയോ വലിയ സംഭവമാണ്, അനാലിസ്റ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ട്, ഒരു പിന്നെ സ്വന്തമായിട്ട് ചാനലും വെച്ചിട്ട്. ഭൂലോക പെണ്ണുപിടിയാനാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അയാളെ വിശ്വസിച്ച് നടക്കുക. ഇപ്പോൾ ഞാൻ അയാളോട് പറയാൻ പോയിട്ടില്ല. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാത്യു സാമുവലുമായിട്ടുള്ള ഈ പിന്നെ വിഷയത്തിനകത്തൊക്കെ നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് സത്യസന്ധതയുണ്ട്. ഹിഡൻ അജണ്ടാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹിഡൻ അജണ്ട ഉണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തലയെ പ്ലേസ് ചെയ്യുക, അതിന് ബാക്കിയുള്ളവരെല്ലാം ശരിയാക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. രമേശ് ചെന്നിത്തലയെ പ്ലേസ് ചെയ്യുന്നതിനകത്തും എനിക്ക് വിരോധമില്ല. ഞാനും പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പുള്ളി ഭയങ്കര അവലോകനം നടത്തി. ആര് കൊടുത്ത ഫീഡ്ബാക്ക് ആണെന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൊടുത്ത ഫീഡ്ബാക്ക് ആയിരിക്കും. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് പിന്നെ പൈസയൊക്കെ അവിടെ മേടിച്ചതാ. അപ്പോൾ പറയുന്നത് എന്താ പറയുക, പുള്ളിയുടെ വിലയിരുത്തൽ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. കാരണം പുള്ളിയുടെ ക്രെഡിബിലിറ്റി പോകും. പുള്ളി പറയുകയാണ്, അൻവർ 19,500 വോട്ട് പിടിച്ചു, 15,000 ചില്ലാനം വോട്ട് ആര്യാടന് കിട്ടി. മൊത്തം എത്രയായി സുഹൃത്തുക്കളെ നടക്കി വിളിക്കുക. സുഹൃത്തുക്കളെ എത്രയായി മൊത്തം? 15,000 19,500 കൂടെ കൂട്ടി എത്രയായി? 34,500 അല്ലേ? 34,500 ഈ 34,500 വോട്ടിനാണ് LDF അവിടെ തോറ്റിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അൻവർ നിന്നില്ലെങ്കിൽ ഈ വോട്ട് കൂടി UDF കിട്ടുമായിരുന്നു എന്നുള്ള. ഞാൻ പുള്ളിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തെ കുറിച്ച് എച്ചിലെ വാക്ക് കൂടി പോയി, ഒരു ചുക്കും ചുണ്ടാമ്പും അറിയത്തില്ല, നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം പറയരുത്. അവിടെ അൻവർ നിന്നുകൊണ്ടാണ് ആര്യാടൻ ഇങ്ങനെ ജയിച്ചത്. അൻവർ പിടിച്ച വോട്ട് പിന്നെ കൂടുതലും CPMൻ്റെ വോട്ടുകളാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി തിരിച്ചു ഭയങ്കരമായിട്ട്, നിങ്ങളുടെ മേലെ എനിക്ക് മെസ്സേജ് അയച്ചേക്കരുത്, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്, നിങ്ങൾ കാണിക്കുന്നതെല്ലാം ഇവരെ കിടക്ക് എനിക്കറിയാവുന്നതാണ്. അതായത് എന്നെ 10 പ്രാവശ്യം വിമർശിച്ച ആളെ ഞാൻ 1 പ്രാവശ്യം തിരിച്ചു വിമർശിച്ചപ്പോൾ പുള്ളിക്ക് ഹർട്ടായി പോയി, അസഹിഷ്ണുത ഉണ്ടായിപ്പോയി. എനിക്ക് എന്നാലും ഒരു ഇതുമില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് സ്നേഹമാണ്. അവസാനമായി നമുക്ക് പറയാൻ സാധിക്കും, VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരു പോരാളിയെ വാർത്തെടുത്തത് VS അച്യുതാനന്ദൻ തന്നെയാണ്. അല്ല, VS അച്യുതാനന്ദൻ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഇവർക്കെല്ലാം ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഒരു VSന്റെ ഒരു പരുക്കൻ രീതിയിൽ നിന്ന് ജനകീയ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നതിനകത്തും അദ്ദേഹത്തിന്റെ വേറെ രീതിയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനകത്ത് അങ്ങനെയുണ്ട്. ആ ഷേപ്പ് ചെയ്തെടുക്കുന്നതിനകത്ത് അവർക്കെല്ലാം വലിയ പങ്കുണ്ട്. അതിൽ ആ പങ്കിൻ്റെ ഒരുപാട് പേരുടെ പങ്കിൻ്റെ കൂട്ടത്തിൽ ആ ടീം വർക്കിനകത്ത് ഇദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ളതിനപ്പുറം ഇദ്ദേഹമാണ് VS അച്യുതാനന്ദനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലാണ്. അതോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ വിനു വി ജോൺ നടത്തിയിട്ടുള്ള പരാമർശവും അങ്ങേയറ്റം വൃത്തികേടാണ്.